ഗുഡ് മോർണിംഗ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന ചാപ്റ്ററിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് പഠിച്ചു. അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ പ്രോസസ്സും കൂടി പഠിച്ചതാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. Today's first topic is objectives of financial reporting. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്താണെന്ന് പഠിച്ചു. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഇക്കണോമിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഔട്ട്സൈഡ് ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ആക്ടിവിറ്റി ദാറ്റ് allows companies to record the operating data and report them to the concerned or interested parties on time. നമ്മുടെ അക്കൗണ്ടിങ് റിലേറ്റഡ് എല്ലാ ഇൻഫർമേഷനും പ്രിപ്പയർ ചെയ്ത് അത് ആർക്കൊക്കെയാണ് ആവശ്യമുള്ളത് അവർക്ക് റിപ്പോർട്ട് ചെയ്യുക. അതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വൺ ബൈ വൺ ആയിട്ട് നോക്കാം. യൂസ്ഫുൾ ടു പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ യൂസേഴ്സ് ഇൻ മേക്കിംഗ് റാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ക്രെഡിറ്റ് ആൻഡ് സിമിലർ ഡിസിഷൻ. അതായത് യൂസ്ഫുൾ ടു ദി പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ഇപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ ഉണ്ടാവാം ഫ്യൂച്ചറിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആവാവുന്ന ആൾക്കാർക്ക്, ഇൻവെസ്റ്റേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആരാണോ പണം ക്യാഷ് കടത്തിന് തരുന്നത് അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കമ്പനിയിലുള്ള ഇൻവെസ്റ്റേഴ്സോ ക്രെഡിറ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ ആവാൻ പോകുന്ന ആൾക്കാർക്കും ഈ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാനായിട്ട് അവർക്ക് ആ ഇൻഫർമേഷൻ ബേസിസിലാണ് അവർക്ക് റാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതുപോലെ ക്രെഡിറ്റ് ആൻഡ് സിമിലർ ഡിസിഷൻസ് എടുക്കേണ്ടത്. അവർക്ക് നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ നടത്തണ്ടേ എന്നുള്ളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് യൂസ്ഫുൾ ടു ദി പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മുടെ ഇൻവെസ്റ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ ആവാൻ സാധ്യതയുള്ളവർ, അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് അവരുടെ റാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മുടെ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വളരെ ഹെൽപ്ഫുള്ളാണ്. Then provide information to investors, creditors and others to assess the amount, timing and uncertainty of prospective cash inflow. അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇൻവെസ്റ്ററോ ക്രെഡിറ്ററോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്ത് സപ്ലയർ ആവാം, അല്ലെങ്കിൽ ബാങ്ക് ആവാം, ലോക്കൽ മണി ലെൻഡേഴ്സ് ആവാം, പബ്ലിക് ഡെപ്പോസിറ്റ് നടത്തിയ ആൾക്കാരാവാം, ആരായിക്കോട്ടെ അവർക്ക് നമ്മുടെ കമ്പനീനെ കുറിച്ച് ടു അസസ് ദി എമൗണ്ട്, അവർക്ക് കിട്ടാൻ എലിജിബിലിറ്റി ഉള്ള എമൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ടോ, ടൈമിംഗ് എപ്പോൾ കിട്ടും, അതുപോലെ കിട്ടാതിരിക്കാനുള്ള അൺസർട്ടനിറ്റിക്കുള്ള സ്കോപ്പ് ഉണ്ടോ, ഇതൊക്കെ മെഷർ ചെയ്യണമെങ്കിൽ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സപ്പോസ് എൻ്റെ കമ്പനി ഒരു ലോൺ എടുത്തു എന്ന് വിചാരിക്കുക, ഒരു ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തേക്കുന്നത്. ആ ബാങ്കിന് നമ്മുടെ പെർഫോമൻസിനെ കുറിച്ച് അറിയണം. അവർ കറക്റ്റായിട്ട് എമൗണ്ട്, ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് തിരിച്ചടയ്ക്കാനുള്ള സാധ്യതയുണ്ടോ, എപ്പോഴായിരിക്കും അവർ അടയ്ക്കുക, ഇനി ഡിഫോൾട്ട് വരുത്താനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ, ഈ കാര്യങ്ങളും ഇൻഫർമേഷനൊക്കെ എന്ത് നോക്കിയാൽ മതി, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തുന്നത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതാണ് പറയുന്നത് പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് അതേഴ്സ് ടു അസസ് ദി എമൗണ്ട്, ടൈമിംഗ് ആൻഡ് അൺസർട്ടനിറ്റി ഓഫ് പ്രോസ്പെക്റ്റീവ് ക്യാഷ് ഇൻഫ്ലോ. അവർക്ക് ഫ്യൂച്ചറിൽ കിട്ടേണ്ട ക്യാഷ് പ്രോപ്പറായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then next point is provide information about the economic resources of an enterprise. ഒരു കമ്പനിയിലെ എക്കണോമിക് റിസോഴ്സസ്, എക്കണോമിക് മീൻസ് മോണിറ്ററി റിസോഴ്സസ് എത്രമാത്രം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then provide information about the financial performance of the company. ആ കമ്പനിയുടെ ഫിനാൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then provide information about the earning capacity. ആ കമ്പനി ക്യാഷ് ഉപയോഗിച്ച് എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ എത്ര ഇൻകം, എത്ര ഇൻഫ്ലോ ഉണ്ടാക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ അതെവിടെ നിന്ന് കിട്ടും, ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹൗ എൻ എൻ്റർപ്രൈസ് ഒബ്റ്റെയിൻസ് ആൻഡ് സ്പെൻഡ്സ് മണി. ഒരു ഓർഗനൈസേഷൻ എവിടെ നിന്നൊക്കെയാണ് ക്യാഷ് സംഘടിപ്പിക്കുന്നത്. നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടുണ്ട്, പല സോഴ്സുകളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഏതൊക്കെ സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഫണ്ട് കണ്ടെത്തിയേക്കുന്നത്, ദെൻ ഈ ഫണ്ടുകളൊക്കെ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സിനാണ് ചിലവാക്കിയേക്കുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത സ്ലൈഡിൽ കുറച്ചുകൂടി പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ആൾക്കാർക്ക് അവർക്ക് റെഗുലറായിട്ട് ഇൻകം കിട്ടുമോ എന്നുള്ളത് അറിയാനായിട്ട്, എക്കണോമിക് റിസോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട്, ഫിനാൻഷ്യൽ പെർഫോമൻസിനെ കുറിച്ച് അറിയാനായിട്ട്, ഏണിംഗ് കപ്പാസിറ്റിനെ കുറിച്ച് അറിയാനായിട്ട്, ദെൻ യൂസസ് ആൻഡ് മൊബിലൈസേഷൻ ആൻഡ് യൂസസ് എങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യുന്നതും അതുപോലെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും കൃത്യമായിട്ട് അറിയാനായിട്ടും ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ആ ഒബ്ജക്റ്റീവ്സിനെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് അടുത്ത ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എബൌട്ട് ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ. നമ്മുടെ കമ്പനിയിലെ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻ എത്രയാണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അതിൽ ഫിക്സഡ് എത്രയാണ്, കോൾഡ് അപ്പ് എത്രയാണ്, പെയ്ഡ് അപ്പ് എത്രയാണ്, കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്യാപിറ്റൽ എന്തിനൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഫിക്സഡ് ക്യാപിറ്റൽ എത്രയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ എത്രയാണ്, ആ ഡീറ്റെയിൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ എബൌട്ട് ദി ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. ആ രണ്ട് ടേം നമുക്കറിയാവുന്നതാണ്. വാട്ട് ഈസ് ലിക്വിഡിറ്റി, വാട്ട് ഈസ് സോൾവൻസി നമുക്കറിയാം. ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന അസറ്റുകൾ കുറേ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഹൈലി ലിക്വിഡ് ആണ്. സോൾവൻസി എന്ന് പറയുകയാണെങ്കിൽ എബിലിറ്റി ടു പേ ഓഫ് ഫിക്സ് ഡെപ്റ്റ്, എൻ്റെ കടങ്ങളൊക്കെ തിരിച്ചടയ്ക്കാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ ഞാൻ സോൾവൻ്റ് ആണെന്നും പറയും. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ എങ്ങനെയാണ് നമ്മുടെ ലിക്വിഡിറ്റിനെ ഇഫക്റ്റ് ചെയ്യേണ്ടത്, സോൾവൻസിനെ ഇഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ഹൗ മാനേജ്മെൻറ്റ് ഹാസ് ഡിസ്ചാർജ് റെസ്പോൺസിബിലിറ്റി ടു ദ ഓണേഴ്സ്. ഓരോരുത്തർക്കും എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത് ഓണേഴ്സിന്, അത് കൃത്യമായിട്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. Then provide information that useful to the managers and directors in making decisions in the interest of the ഓണേഴ്സ്. ഓണേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഏതൊക്കെ ഡിസിഷൻസ് എടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് മാനേജേഴ്സ് ആയാലും ശരി, ഡയറക്ടേഴ്സ് ആയാലും ശരി, അവർക്ക് പല ഡിസിഷൻസ് എടുക്കണം. ആ ഡിസിഷൻസ് ഒക്കെ ആർക്ക് ലാഭകരമായിരിക്കണം, ഓണേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് അവർ എടുക്കേണ്ടത്. അവർ ഈ മാനേജർ ആയാലും ഡയറക്ടേഴ്സ് ആയാലും ആർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്, ഓണേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ വർക്ക് ചെയ്തിട്ട് ഈ പറഞ്ഞ ഇവർക്കൊക്കെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ കിട്ടാനും ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ക്യാപിറ്റൽ ട്രാൻസാക്ഷനെ കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ കിട്ടും, ലിക്വിഡിറ്റി സോൾവൻസിനെ കുറിച്ച് കൃത്യമായിട്ട് ഐഡിയ കിട്ടും, ദെൻ ഹൗ ദ മാനേജ്മെൻറ്റ് ഡിസ്ചാർജ് റെസ്പോൺസിബിലിറ്റി അതിനെക്കുറിച്ചും ഐഡിയ കിട്ടും, അതുപോലെ ഹൗ ദേ വർക്ക് ഫോർ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓണേഴ്സ് അതിനെക്കുറിച്ചും കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടാനായിട്ട് നമുക്ക് ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തം 10 ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് കിടക്കാൻ. കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? നിങ്ങൾ +2 പഠിച്ചിരിക്കണം, അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കുറച്ച് അല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത് ഉപയോഗിക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? ആൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ഗൈഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്. നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസസിനെ നമ്മൾ ഫോളോ ചെയ്യുന്നതിന് ഒരു ഗൈഡായിട്ടും അതുപോലെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനുണ്ട്. സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു യൂണിഫോമിറ്റി, എല്ലാവരും ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഒരുപോലെയാക്കാനായിട്ട് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇസ് എ പ്രിൻസിപ്പിൾ ദാറ്റ് ഗൈഡ്സ് ആൻഡ് സ്റ്റാൻഡർഡൈസ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്. നമ്മുടെ കമ്പനിയിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസസിനെ ഒരു ഗൈഡ് ലൈൻ പ്രൊവൈഡ് ചെയ്യാനും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് അല്ലെങ്കിൽ യൂണിഫോമിറ്റി ഉണ്ടാക്കാനും വേണ്ടി ഡെവലപ്പ് ചെയ്ത പ്രിൻസിപ്പിൾസ് ആണ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ദി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഇന്നലെ ഞാൻ പറഞ്ഞത് GAP ഈസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വൈഡ്ലി ആക്സെപ്റ്റഡ് ആസ് അപ്രോപ്രിയേറ്റ് ടു ദ ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ്. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് GAP എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസസ്. ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ ഫോർ അക്കൗണ്ടിങ്. നമ്മൾ അക്കൗണ്ടിങ്ങിന് വേണ്ടി ഒരു ഗൈഡ് ലൈൻ ഇൻസ്ട്രക്ഷൻസ് തരുന്നതാണ് ഏത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ AS എന്നാണ് ഷോർട്ടായിട്ട് പറയാറ്. ആർ റിട്ടൺ പോളിസി ഡോക്യുമെൻറ്റ്സ് issued by experts accounting body or government or other regulatory body covering the aspects of recognition, measurement, treatment, presentation and disclosure of accounting transactions in financial statement. Okay,
It is a written policy document. Accounting standards is a written policy document. ആരാണ് ഇത് ഉണ്ടാക്കുന്നത്? Issued by expert accounting body, ഒന്നല്ലെങ്കിൽ ഒരു expert accounting body, or by government, or by other regulatory body. ആരെങ്കിലും covering the aspects of എന്തൊക്കെയാണ്? Recognition, measurement, treatment, presentation and disclosure. 5 കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് recognition, നമ്മുടെ ഓരോ ഐറ്റമിൻ്റെ recognition, then അതിൻ്റെ measurement, then അതിൻ്റെ treatment, then അതിൻ്റെ presentation, and then അതിൻ്റെ disclosure, that is presentation. Disclosure means communication of accounting transactions in the financial statement. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടി recognition വേണം, measurement വേണം, then അതിന് ട്രീറ്റ്മെൻറ്റിങ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിങ്ങിനെ നോക്കണം, the way of presentation നോക്കണം, the way of communication അത് നമ്മൾ നോക്കണം. Disclosure of accounting transaction in the financial statement, അതിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഡെഫിനേഷൻ കൃത്യമായിട്ട് അങ്ങനെ പഠിച്ചു വെക്കാട്ടോ. അപ്പോൾ ആ ഡെഫിനേഷനും അതിൻ്റെ മീനിങ്ങുമാണ് ഈ സ്ലൈഡിൽ പറഞ്ഞേക്കുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ ഫോർ അക്കൗണ്ടിങ് പ്രാക്ടീസസ്. നമ്മുടെ കമ്പനിയിൽ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസസിനുള്ള ഒരു ഗൈഡ് ലൈൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ഒരു പോളിസിനെ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. Next is, what is the role of accounting standards, or what is the need for this accounting standard? എന്താണ് ഇതിൻ്റെ ആവശ്യം പറയുകയാണെങ്കിൽ, accounting as a language of business communicate the financial results of an organization. നമ്മൾ പഠിച്ചിട്ടുണ്ട്, +2 വരെ തൊട്ട് പഠിച്ചതാണ്. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്. ബിസിനസ് കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് ദ ഫിനാൻഷ്യൽ റിസൾട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഈ അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ അക്കൗണ്ട്സിലൂടെയാണ് നമ്മളുടെ കമ്പനിയിലത്തെ ഫിനാൻഷ്യൽ ഇൻഫർമേഷനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇഫ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പ്രോസസ് ഈസ് നോട്ട് പ്രോപ്പർലി റെഗുലേറ്റഡ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ നോൺ കമ്പയറബിൾ ആൻഡ് പ്രൊവൈഡ് എ ഡിസ്റ്റോർട്ടഡ് പിക്ചർ ഓഫ് ദി ബിസിനസ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോൺ കമ്പയറബിൾ ആയിരിക്കും. നോൺ കമ്പയറബിൾ എന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഓരോ കൊല്ലം ഓരോ രീതിയിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് ആണോ അല്ലെങ്കിൽ സക്സസ് ആണോ അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂടുതലാണോ കുറവാണോ എന്നൊന്നും നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഫേമിൻ്റെ ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നുണ്ടാവുക, മറ്റേ കമ്പനി വേറെ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പാരിസൺ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ അധികം ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. എപ്പോൾ ഇഫ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രോസസ് ആർ നോട്ട് പ്രോപ്പർലി റെഗുലേറ്റഡ്, നമ്മളിത് പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കമ്പാരിസൺ പർപ്പസ് നടക്കില്ല. In order to ensure transparency, consistency, comparability, adequacy and reliability of financial reporting, it is essential to standardize the accounting principles and policies. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ തന്നെ ട്രാൻസ്പെറൻസി എന്ന് വെച്ചാൽ ഓപ്പൺ ടു ഓൾ, ട്രാൻസ്പെറൻ്റ് ആണ്. ദെൻ കൺസിസ്റ്റൻസി സ്ഥിരത. ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരു കൊല്ലം ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ എല്ലാ കൊല്ലങ്ങളും അത് തന്നെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കണം. ദെൻ കമ്പയറബിലിറ്റി, അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഒരു വർഷത്തെയോ മറ്റു വർഷമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ആഡിക്വസി മീൻസ് കറക്റ്റ് ഇൻഫർമേഷൻ, ആഡിക്വേറ്റ് ഇൻഫർമേഷൻ നമുക്കത് പ്രൊവൈഡ് ചെയ്യണം. ദെൻ റിലയബിലിറ്റി, നമുക്കിത് വെച്ചിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കണം. അതായത് അത്രയ്ക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്താലാണ് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് റിലയബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഏതൊക്കെയാണ്? ട്രാൻസ്പെറൻസി വേണം, കൺസിസ്റ്റൻസി വേണം, കമ്പയറബിലിറ്റി വേണം, ആഡിക്വസി വേണം, റിലയബിലിറ്റി വേണം. ഇതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു സ്റ്റാൻഡർഡൈസ് ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ്. നമുക്ക് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോണം, ഒരു വർഷം ഒരു മെത്തേഡ്, മറ്റേ വർഷം വേറെ മെത്തേഡ്, അങ്ങനെ 10 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 വർഷം 10 മെത്തേഡായിട്ട് നമുക്ക് കമ്പാരിസൺ ബുദ്ധിമുട്ടാവും. അതുപോലെ ഒരു ഫേമും വേറൊരു ഫേമായിട്ട് കമ്പാരിസണും ബുദ്ധിമുട്ടാവും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് framework and standard accounting policy so that the financial statements are comparable.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡൈസ് ഫോർമാറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് പ്രിൻസിപ്പിൾസും പോളിസീസും ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തു. ഇറ്റ് പ്രൊവൈഡ് എ ഫ്രെയിം വർക്ക് ആൻഡ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് പോളിസി. ഒരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ്, ഒരു പ്രൊഫോമ നൽകി, അതുപോലെ എ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് പോളിസിയും പ്രൊവൈഡ് ചെയ്തു. സോ ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കമ്പയറബിൾ. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എല്ലാ വർഷം ഒരേ ഫോർമാറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ സോ ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കമ്പയറബിൾ. അങ്ങനെ കമ്പാരിസൺ പർപ്പസ് നമുക്ക് അതിലൂടെ നടക്കാനായിട്ട് പറ്റും. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇഷ്യൂ ഓഫ്, ഇത് മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്ന നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താ നമ്മൾ നേരത്തെ ഡെഫിനിഷനിൽ പഠിച്ചല്ലോ, റെക്കഗ്നിഷൻ ഓഫ് ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ദെൻ മെഷർമെൻറ്റ്, ആ ആക്ടിവിറ്റീസൊക്കെ നമ്മൾ മെഷർ ചെയ്യണം. ദെൻ പ്രസൻറ്റേഷൻ, പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യണം. ദെൻ ഡിസ്ക്ലോഷർ, ആവശ്യക്കാർക്ക് അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കൊടുക്കണം. ഈ 4 കാര്യങ്ങളാണ് മെയിനായിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഫോർ റെക്കഗ്നൈസിങ് ദ ഇവൻറ്റ്സ് ആൻഡ് ട്രാൻസാക്ഷൻ, വാട്ട് ആർ ദ വേസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ദിസ് transaction, what are the ways of presentation, what are the ways of disclosure. ഈ 4 കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഈ ഇഷ്യൂസ് ആണ് മെയിൻ ആയിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ 4 കാര്യങ്ങളിലും അവർ യൂണിഫോമിറ്റി കൊണ്ടുവന്നു. അതുകൊണ്ട് അപ്പോൾ തന്നെ എന്തുണ്ടായി, അക്കൗണ്ടിങ് പോളിസീസും യൂണിഫോം സ്റ്റാൻഡേർഡായിട്ട് മാറി. അപ്പോൾ അതാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്, ടു ബ്രിങ് യൂണിഫോമിറ്റി ഓർ ടു ബ്രിങ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ടു ദി അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമ്മുടെ ബിസിനസ്സിന് ലാംഗ്വേജായ അക്കൗണ്ടിങ്ങിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റും പോളിസീസും കൊണ്ടുവന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി വി ക്യാൻ ഈസിലി കമ്പയർ അവർ ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഓക്കെ, അതാണ് അതിൻ്റെ റോളായിട്ട് പറയുന്നത്. Next we are going to discuss about the objectives of accounting standards. നമ്മൾ നേരത്തെ അവർ ഹാൻഡിൽ ചെയ്യുന്ന മെയിൻ ഏരിയാസ് പറഞ്ഞു. ഇനി അത് എന്തൊക്കെ ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് അവരത് ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ടു പ്രൊവൈഡ് എ സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്, വാല്യുവേഷൻ നോംസ് ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ്. അത് നേരത്തെ ഞാൻ പറഞ്ഞു 4 ഏരിയകളാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് റെക്കഗ്നിഷൻ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് മെഷർമെൻറ്റ്, ദെൻ പ്രസൻറ്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ. അതിനാണ് ഇവിടെയും പറയുന്നത്. സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസി, നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് അക്കൗണ്ടിങ് പോളിസി പ്രൊവൈഡ് ചെയ്തു. ദെൻ എങ്ങനെയാണ് ഈ അസറ്റുകളൊക്കെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ വാല്യൂ ചെയ്യണം നോക്കി, എങ്ങനെയാണ് ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം, അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് കൊണ്ടുവരണം. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓഫ് അക്കൗണ്ടിങ് പോളിസി, വാല്യുവേഷൻ നോംസ് ആൻഡ് disclosure requirement. Then the second objective is to make financial statement more meaningful and comparable. നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഉള്ളത് കൊണ്ട് അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മളൊരു കൊല്ലത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാൽ മതി. പിന്നെ ബാക്കിയുള്ള എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് ഇൻ്റർപ്രിട്ടേഷൻ നടത്താനും പറ്റും, പെട്ടെന്ന് കമ്പയർ ചെയ്യാനും പറ്റും. അതാണ് ടു മേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മോർ മീനിങ്ഫുൾ ആൻഡ് കമ്പയറബിൾ. Next one is to harmonize the diverse accounting policies and practices in order to ensure standardization. To harmonize എന്ന് പറഞ്ഞാൽ ഒരുപോലെയാക്കുക, എല്ലാവരും ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസ് ഒരുപോലെയാക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു വർക്ക് ഈസി ആയിട്ട് മാറും. അതാണ് പറയുന്നത് ടു ഹാർമണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഇൻ ഓർഡർ ടു എൻഷുവർ സ്റ്റാൻഡർഡൈസേഷൻ. ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. Then to enable the comparability of the financial statement and to improve the reliability and usefulness. അതിന് നേരത്തെ പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഈസി ഫോർ കമ്പാരിസൺ ആക്കി നമ്മൾ പെട്ടെന്ന് കമ്പയർ ചെയ്യാനായിട്ട് പറ്റി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, നമ്മുടെ റിലയബിലിറ്റിയും യൂസ്ഫുൾനെസ്സും ഇതിൽ നിന്ന് കിട്ടുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഒന്നും കൂടിയും കറക്റ്റായി റിലയബിളായി യൂസ്ഫുള്ളായി. അല്ലെങ്കിൽ മറ്റൊരെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തിയാൽ പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് അത് ഹെൽപ്പ് ചെയ്തിരുന്നില്ല. കാരണം ഐഡിയ കിട്ടാത്തത് കൊണ്ട് തന്നെ. ഇപ്പം അങ്ങനത്തെ ഇപ്പോൾ ഫോതൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ട് ഐഡിയ മനസ്സിലാക്കാനും ഇൻ്റർപ്രിട്ടേഷൻ നടത്താനും മീനിങ് ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഡിസിഷൻ എടുക്കാനും പറ്റുന്നുണ്ട്. Then to remove variation in accounting policy and practices. ഒരു വേരിയേഷൻ, ഒരു ചേഞ്ചസും ഇല്ല. ഒരാൾ ഫോളോ ചെയ്യുന്നത് തന്നെയാണ് എല്ലായിടത്തും എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്നത്. അതാണ് ടു റിമൂവ് വേരിയേഷൻ ഇൻ അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്.
നെക്സ്റ്റ് വൺ ഈസ് ടു ഫെസിലിറ്റേറ്റ് ഇന്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ. അതായത് കമ്പനിയുടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊല്ലത്തെ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു കൊല്ലത്തെ സ്റ്റേറ്റ്മെൻറ്റ് തമ്മിൽ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് മറ്റൊരു കമ്പനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് ഇന്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം. കമ്പനിയുടെ ഉള്ളിലും കമ്പനിയുടെ പുറത്തും നമുക്ക് ഒരു കഴിഞ്ഞ 5 വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് ആണോ നമുക്ക് ഉണ്ടാവുന്നതെന്നുള്ളത് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എൻ്റെ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും വേറൊരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് വിച്ച് വൺ ഈസ് ബെസ്റ്റ് അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പെട്ടെന്ന് കമ്പാരിസൺ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ടു ബ്രിങ് എ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഫോർ ദി അക്കൗണ്ടിങ് പ്രാക്ടീസസ്. നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസസിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ഇത് കൊണ്ടുവന്നു. ആസ് എ റിസൾട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈസിലി കമ്പയറബിൾ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതാണ് മെയിൻ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഓക്കെ, താങ്ക് യു.